Watch full episodes on Jio Hotstar. മോട്ടുവും പത്ലുവും അവരുടെ കൂട്ടുകാരും പ്രൊഫഷണൽ പൈലറ്റ് അല്ലാതിരുന്നിട്ട് കൂടി ഒരു ഭയങ്കരമായ ഷോ ആണ് കാഴ്ചവെച്ചത്. അതിനെ വിവരിക്കാൻ വാക്കുകൾ പോലുമില്ല. ഒരു നല്ല കൈയടി കൊടുക്കാം. അടുത്ത ഷോവിനെ പറ്റി എയർ മാർഷൽ സിന സംസാരിക്കുന്നതാണ്. ഹലോ എവരിബഡി, നമ്മുടെ അടുത്ത ഷോ ഇൻവിസിബിൾ പ്ലെയിനിന്റെ ആയിരിക്കും. ഈ പ്ലെയിനിനെ എപ്പോഴും വേണമെങ്കിലും ഇൻവിസിബിൾ ആകാൻ കഴിയും. ആ സമയത്ത് ഇതിനെ ആർക്കും കാണാൻ കഴിയില്ല. അതിന്റെ കൂട്ടത്തിൽ തന്നെ അതിന്റെ എഞ്ചിന്റെ ഒച്ചയും മ്യൂട്ടായി പോകും. പ്ലെയിൻ എത്തിയെന്നുള്ള കാര്യം ആർക്കും തന്നെ മനസ്സിലാകില്ല. ഞാനും എന്റെ ടീമും കൂടെ ചേർന്ന് കുറെ കൊല്ലങ്ങളുടെ റിസർച്ച് കഴിഞ്ഞാണ് ഈ ഇൻവിസിബിൾ പ്ലെയിൻ നമുക്ക് ഉണ്ടാക്കാൻ സാധിച്ചത്. ഈ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലെയിൻ ഉണ്ടാക്കുന്നത്. ഈ പ്ലെയിൻ നമ്മുടെ രാജ്യത്തിനൊരു അഭിമാനമാണ്. സോ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് ടു യു ദി ഇൻവിസിബിൾ പ്ലെയിൻ. തന്നെ സംഭവം കലക്കിട്ടോ, അടിപൊളി. ഇത് വന്നത് പോലും അറിഞ്ഞില്ലല്ലോ. ഈ പ്ലെയിന് സത്യത്തിൽ അടിപൊളി തന്നെയാണല്ലോ. ഇതെന്താ സംഭവിക്കുന്നത്? ആരെങ്കിലും എന്നെ രക്ഷിക്കണം. somebody help, please help, help. ആരെങ്കിലും ഒന്ന് രക്ഷിക്കണം, പ്ലീസ് പ്ലീസ്. പ്ലീസ് പ്ലീസ് ആരെങ്കിലും ഒന്ന് സഹായിക്കൂ. പൈലറ്റിന്റെ ജീവൻ അപകടത്തിലാണ്. പത്ലു വേഗം വരൂ, നമുക്ക് ആ പൈലറ്റിനെയും പ്ലെയിനെയും രക്ഷിച്ചേ പറ്റൂ. പത്ലു, നീ ഇവിടുത്തെ കാര്യം നോക്കിയോ, ഞാൻ താഴെ പോയ പൈലറ്റിനെ രക്ഷിക്കട്ടെ. ഇവിടെ പൈലറ്റിനെ ഒന്നും കാണുന്നില്ലല്ലോ, പിന്നെ കോക്പിറ്റും കാണുന്നില്ല. എനിക്കിതിനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. എന്റെ മോട്ടോ പ്ലെയിൻ എല്ലാം ശരിക്ക് തന്നെ ഇരിക്കുന്നേ. പ്ലെയിൻ തലകീഴായി ഇരിക്കുക. എന്ത് ഫ്ലൈറ്റ് തലകീഴായിട്ടാ ഉള്ളതെന്നോ? അയ്യോ, ആരെങ്കിലും ഇതിനെ ഒന്ന് നേരെയാക്കൂ, നേരെയാക്കൂ പ്ലീസ്. പൈലറ്റ് ചേട്ടാ, പ്ലെയിനെ തിരിക്കേ, പ്ലെയിനെ തിരിക്കേ. എന്റെ ചേട്ടാ, ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി വന്നതാ. എന്തിനാ ഇതിനെ ഇങ്ങനെ ഇട്ട് തിരിക്കുന്നേ? മനസ്സിലാക്കേ. എനിക്ക് തോന്നുന്നത് അവന്റെ കയ്യിൽ പാരഷൂട്ട് ഇല്ലെന്നാ. മോട്ടു മോട്ടോ, സൂക്ഷിച്ച് വേണം. മുകളിലേക്ക് പറപ്പിക്കട്ടെ. സബാഷ് മോട്ടു. താങ്ക് യു വെരി മച്ച് മോട്ടു. നിങ്ങൾക്കറിയില്ല ഇന്ന് നിങ്ങൾ എത്ര വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്ന്. താങ്ക് യു വെരി മച്ച്. അല്ല, ഇത് ആരുടെ പ്ലെയിനാ വന്നിരിക്കുന്നേ? ഇവരെന്താ ഇങ്ങനെ വെടിവെക്കുന്നത്? എവിടെയെങ്കിലും ഒളിച്ചിരുന്ന ജീവൻ രക്ഷിക്ക. അവര് ശത്രുക്കളുടെ ആൾക്കാരാണ്. അവരെ തടയൂ. അവർ നമ്മുടെ പ്ലെയിൻ എടുത്തോണ്ട് പോവാണ്.
ഇൻസ്പെക്ടർ ചിങ്കം, ഇത്രയ്ക്കേ ഉള്ളോ നിങ്ങളുടെ സെക്യൂരിറ്റി അറേഞ്ച്മെന്റ്? ഞങ്ങളുടെ ഇൻവിസിബിൾ പ്ലെയിനിനെ കാത്തു സൂക്ഷിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം മാത്രമായിരുന്നു, നിങ്ങളുടെ മാത്രം. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ ഇവിടെ കൈയും കെട്ടി ഇരുന്നപ്പോ അവർ വന്ന് നമ്മുടെ പ്ലെയിൻ എടുത്തുകൊണ്ട് പോയി, കണ്ടില്ലേ നിങ്ങൾ? ആ പ്ലെയിൻ എനിക്ക് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ജോലി തന്നെ ഇല്ലാതാക്കും. എന്നിട്ട് നിങ്ങൾ ജയിലിലേക്ക് പോകേണ്ടി വരും. മനസ്സിലായോ നിങ്ങൾക്ക്? എന്താ നിങ്ങൾ ഒന്നും പറയാത്തത്? എന്തെങ്കിലും പറയൂ. എവിടെ പോയി? ഇവിടുന്ന് പേടിച്ചോടിയതാണോ? എയർ മാർഷൽ സാറേ, നിങ്ങൾ ഞങ്ങൾക്ക് കുറച്ച് സമയം തരൂ. ഞങ്ങൾ പ്ലെയിനിനെ കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ട് വന്നേക്കാം. ഇത് ഞങ്ങളുടെ ഫുർഫുറി നഗറിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാ. ഞങ്ങൾ അതിനൊരു കളങ്കം വരുത്താൻ ഒരിക്കലും സമ്മതിക്കില്ല. ഉറപ്പാ? അതെ സാർ, ഞങ്ങൾ വാക്ക് തരുന്നു. ഓക്കെ മോട്ടു പത്ലു, നിങ്ങൾ രണ്ടുപേര് പറയുന്നത് കൊണ്ട് മാത്രം ഞാൻ കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ആ ചിങ്കംനോട് പറഞ്ഞേക്ക്, ഒളിച്ചിരുന്നത് കൊണ്ട് മാത്രം ഒന്നും സംഭവിക്കില്ലെന്ന്. തീർച്ചയായും ഞാൻ അവന്റെ ജോലി ഇല്ലാതാക്കുമെന്ന്. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം മോട്ടു പത്ലു, അല്ലെങ്കിൽ തൊപ്പി തെറിക്കും. അവന്മാർ എന്നെ പിടിച്ച് ജയിലിനകത്തിടും. ചിങ്കം സർ, നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. ഞങ്ങൾ ആ പ്ലെയിൻ കണ്ടുപിടിച്ചിരിക്കും. അതെ ചിങ്കം സാറേ, ഇത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ മുഴുവൻ ഫുർഫുറി നഗറിന്റെയും അഭിമാനത്തിന്റെ പ്രശ്നമാ. നമ്മൾ ഒരുമിച്ച് പോയി പ്ലെയിൻ എവിടെ തന്നെ ആയിരുന്നാലും അതിനെ കണ്ടുപിടിച്ച് കൊണ്ടുവരുന്നതായിരിക്കും. പാതാളത്തിലാണെങ്കിലും ആകാശത്തിലാണെങ്കിലും സമുദ്രത്തിലാണെങ്കിലും ഞങ്ങൾ ആ പ്ലെയിൻ തീർച്ചയായിട്ടും കണ്ടുപിടിച്ചിരിക്കും. ഇത് മോട്ടുവിന്റെ വാക്കാണ്. താങ്ക് യു മോട്ടു പത്ലു, താങ്ക് യു. എന്റെ രോഗികളാണ് സത്യം. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട് ചങ്കുകളെ. എല്ലാ പ്ലെയിനും പറക്കുമ്പോ അതിന്റെ പുറകിത് പുക വരും. ഹീറ്റിന്റെ സ്മോക്കിന്റെ ട്രേസ് വിട്ടിട്ടായിരിക്കും അത് പോകുന്നത്. എനിക്ക് എന്റെ ഹീറ്റ് ആൻഡ് സ്മോക്ക് ഗാഡ്ജറ്റ് കൊണ്ട് ആ പ്ലെയിനിനെ ട്രേസ് ചെയ്യാൻ സാധിക്കും ചങ്കുകളെ. പൊളിച്ചേ! ഇനി എന്തിനാ വലിയേട്ടൻ താമസിപ്പിക്കുന്നത്? വേഗം വരൂ, നമ്മുടെ പ്ലെയിന് തട്ടിക്കൊണ്ടുപോയവന്റെ കഷ്ടകാലം ദേ തുടങ്ങിയിരിക്കുന്നു. എന്താ ചെയ്തത്? അദ്ദേഹം തീയുടെയും ഐസിന്റെയും ഒരു സംഗമം തയ്യാറാക്കുകയാണ്. നീ പുതിയതാണ്, അതുകൊണ്ട് തന്നെ അറിയില്ല. ഈ അങ്കാരായുടെ ദേഹത്ത് ഒരു അഗ്നിജ്വാല തന്നെ ഉണ്ട്. പിന്നെ കോപം വരുമ്പോ അദ്ദേഹത്തിന്റെ ശരീരം വളരെ ചൂടാവും. ഇരുമ്പിനെ തൊട്ടാലും ഉരുകിപ്പോകുന്നത്രയും ചൂട്. ടോമി സിംഗ്, അങ്കാരയോട് പറഞ്ഞേക്ക ഇൻവിസിബിൾ പ്ലെയിൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. ഗോല ബാരൂദ്, നിങ്ങൾ രണ്ടുപേരും റെഡിയാണോ? ടോമി, അങ്കാര ബോസ്, ഇൻവിസിബിൾ പ്ലെയിൻ വന്നിട്ടുണ്ട് ബോസ്. എനിക്ക് സന്തോഷമായി, വളരെ സന്തോഷമായി.
ബോസ്, അവസാനമായി ഇൻവിസിബിൾ പ്ലെയിൻ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി നമ്മൾ ഈ ലോകം തന്നെ അടക്കി വാഴും. നമ്മളോ? അതെ ബോസ്, നമ്മൾ. വീണ്ടും നമ്മളെന്നോ? എന്നെ ഇതിൽ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കരുത്. അത് നിനക്ക് താങ്ങാനാവില്ല. ഈ കാര്യത്തിൽ നമ്മളല്ല ഞാൻ. ചൂടാകല്ലേ ബോസ്, ചൂടാകല്ലേ. ശാന്തമാകൂ ബോസ്. തീയുടെയും ഐസിന്റെയും സംഗമം നിങ്ങളിൽ പ്രതിഫലിക്കട്ടെ ബോസ്. ഓക്കെ ബോസ്, തെറ്റുപറ്റിപ്പോയി. നമ്മളല്ല, ഞാൻ മാത്രം. താൻ എന്താ പറഞ്ഞത്? താൻ ഈ ലോകത്തിനെ ഭരിക്കുമെന്നോ? ബോസ്, ഒന്നും മനസ്സിലാവണില്ല. എന്താ ചെയ്യേണ്ടതെന്ന്? എന്താ ചെയ്യാ? നമ്മളെന്ന് പറയാൻ പാടില്ല, ഞാനെന്ന് പറയാൻ പാടില്ല. ഹാ, മനസ്സിലായി. നിങ്ങളായിരിക്കും ഭൂമി മുഴുവൻ അടക്കി വാഴുന്നത്. ഇപ്പൊ ശരിയല്ലേ ബാസ്? ഗോല ബാരൂദ്, ഐസ് സ്റ്റിക്ക് എടുത്തോണ്ട് വാ. എന്നാ ബോസ് അങ്ങ് ആവശ്യപ്പെട്ടത്? ഇനി ഞാൻ ഇൻവിസിബിൾ പ്ലെയിനുകളുടെ ഒരു പട്ടാളം തന്നെ ഉണ്ടാക്കാൻ പോവാ. എന്നിട്ട് വേണം എനിക്ക് ഈ ലോകം ഭരിക്കാൻ. ചുവന്ന ഗോളം, ചുവന്ന ഗോളം, ചുവന്ന ഗോളം. എല്ലാവരും മാറി നിൽക്കങ്ങോട്ട്. മാറാൻ. പേടിക്കണ്ട. ചുവന്ന ഗോളമൊന്നും അല്ല ഇത്. ഇതിന് തീ എന്നാ പറയുന്നത്. ഇതിനെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ ഒരപകടം ഉണ്ടാവാൻ പോകുന്നില്ല. എന്താ കുട്ടികളെ, വിശക്കുന്നുണ്ടോ? എടുത്ത് കഴിച്ചോ. മക്കളെ, അത് കഴിക്കരുത്. മക്കളെ നിക്ക്, അത് ചുട്ടമീനാണ്, കഴിക്കരുത്. തിരിച്ചു വരൂ. എനിക്ക് വേണം. കഴിച്ചോ. ഇത്രയും രുചിയുള്ള മത്സ്യം ഇതുവരെ കഴിച്ചിട്ടില്ല. ചുവന്ന ഗോളം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രയോജനവുമുണ്ട്. പക്ഷെ എനിക്കിതിനെ പേടിയാ. പക്ഷെ നിങ്ങൾ എന്തിനാ തീനെ പേടിച്ചത്? കുറച്ചുനാൾ മുമ്പുള്ള കാര്യമാണ്. ഒരു ദിവസം ഞാനും എന്റെ 3 മക്കളും സക്കീറ, ഇപ്പോൾ അവരെ നീ കണ്ടില്ലേ, സാബുവും തോബുവും ഒരുമിച്ച് പോകുകയായിരുന്നു. സാബുവിനെയും തോബുവിനെയും കൊണ്ട് കടന്നു കളഞ്ഞു. ഇത് കണ്ടോ?
എന്റെ കയ്യിലെ പാടുകൾ കണ്ടോ? തീപ്പൊള്ളിയതിന്റെ ഈ കാരണം കൊണ്ടാണ് എന്റെ മകൻ സക്കീറ അപരിചിതരാരെയെങ്കിലും കണ്ടുമുട്ടിയാൽ കോപം കൊണ്ട് അവനെ പിടിച്ചു നിർത്താനാവില്ല. ഇതുവരെ സാബുവിന്റെയും തോബുവിന്റെയും ഒരു വിവരവും ലഭിച്ചിട്ടില്ല. നിങ്ങൾക്ക് സംഭവിച്ചത് വളരെ ദയനീയമായ ഒരു അവസ്ഥ തന്നെയാണ്. നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വാക്ക് തരുന്നു. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട നിങ്ങളുടെ മക്കളെ അങ്കാരയുടെ ഗാങ്ങിൽ നിന്നും തീർച്ചയായിട്ടും ഞങ്ങൾ രക്ഷിക്കുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും ഈ മീൻ കഴിപ്പിച്ച് എന്നിട്ട് നല്ല നല്ല വർത്താനങ്ങൾ പറഞ്ഞ് എന്റെ അച്ഛനെ വിഡ്ഢിയാക്കാൻ കഴിഞ്ഞേക്കാം. എന്നെ അല്ല. നാളെ രാവിലെ മാച്ച് കളിക്കാം. എന്നിട്ട് നിങ്ങൾ ജയിച്ചാൽ മാത്രമേ നിങ്ങളെ ഇവിടുന്ന് സ്വതന്ത്രമാക്കുകയുള്ളൂ. സക്കീറ, ശാന്തനാകൂ. കോപം വളരെ നിയന്ത്രിക്കാൻ നീ പഠിക്കണം. കോപം സ്വയം നശിപ്പിക്കും, അഗ്നി എല്ലാവരെയും നശിപ്പിക്കും. നാളെ രാവിലെ തീർച്ചയായും മാച്ച് ഉണ്ടാകും. പൊളിച്ചെടുത്തല്ലോ. നമ്മളെന്താ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിക്കുന്നേ? ഒട്ടും വിഷമിക്കണ്ട, ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും. എന്തെങ്കിലും ചെയ്യേ. കണ്ടില്ലേ, അവരുടെ ഭക്ഷണമല്ലേ നമ്മൾ അന്ന് മോഷ്ടിച്ചത്. ചെല്ല്, അവരോട് വന്ന് രക്ഷിക്കാൻ പറയേ. കണ്ടിട്ട് നല്ലവരാണെന്ന് തോന്നുന്നു. ശരിയാണല്ലോ. വരൂ ഷീലു, നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാം. നന്നായിരുന്നു അല്ലേ പത്തുലു? അത് കണ്ടോ, ആ സീലും പെൻഗ്വിൻസും ഇവരായിരുന്നു അന്ന് നമ്മുടെ ഭക്ഷണം അടിച്ചു മാറ്റി കൊണ്ടുപോയത്. ഹലോ നല്ലവരായ മനുഷ്യരെ, പ്ലീസ് എന്റെ കൂട്ടുകാരെ സഹായിക്കുമോ? പ്ലീസ് സഹായിക്കൂന്നേ. ഓഹോ, കള്ള ശിരോമണികളെ, ഇപ്പോഴെങ്കിലും മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വന്നല്ലോ. ഞങ്ങളുടെ ഭക്ഷണം മുഴുവൻ കട്ട് തിന്നത് പോരാ, എന്നിട്ട് ഞങ്ങളോട് തന്നെ വന്ന് സഹായവും ചോദിക്കുന്നു അല്ലേ? എടുത്തോളൂ, എത്ര വേണേലും കഴിച്ചോളൂ. പക്ഷെ അവരെ രക്ഷപ്പെടുത്തൂ. നിങ്ങൾ പിടിച്ച മീനിനെ ഒന്നും ഞങ്ങൾക്ക് വേണ്ട. തിരിച്ചെടുത്തോളൂ, തിരിച്ചെടുത്തോളൂ. പ്ലീസ് ഹെൽപ്പ് ചെയ്യൂ, പ്ലീസ് ഹെൽപ്പ് ചെയ്യൂ. ശരി ശരി, ഞങ്ങൾ സഹായിച്ചോളാം. കേക്ക് വലിയേട്ടാ, ഈ സീൽസിന് വിട്ടേക്കരുതോ. അവറ്റകളെ കണ്ടിട്ട് പാവം തോന്നുന്നില്ലേ? എത്ര വിഷമിച്ചിരിക്കുന്നു. ആഹാ, നിങ്ങൾ ഇവരെ ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങളുടെ കാര്യം നോക്കിയാ മതി. മാച്ച് കഴിയുന്നു, നിങ്ങളുടെ കാര്യവും കഴിയുന്നു. പത്തിനോയന്മാർ തുടങ്ങുന്നതിന് മുമ്പേ തീർക്കുന്നതിനെ കുറിച്ചാണല്ലോ പറയുന്നത്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? പത്തിലും എന്തെങ്കിലും ആലോചിക്കൂ. ഐഡിയ മോട്ടു, നീ ഇവരെ ഫുർഫുറി നഗറിലേക്ക് അയച്ചാ ഇവര് നിനക്ക് ചായക്കടക്കാരൻ ചേട്ടന്റെ അടുത്തുനിന്ന് സമൂസ വാങ്ങി കൊണ്ടുവരും. അടിപൊളി ഐഡിയ ആണല്ലോ. അതെ ഗാഡ് ചേട്ടാ, നല്ല മനോഹരമായ ഒരു സ്ഥലം കാണണമെന്നുണ്ടോ? വെറും പച്ചപ്പ് മാത്രമുള്ള ഒരു സ്ഥലം. മാത്രമല്ല ആടുന്ന മയിലും പറക്കുന്ന പക്ഷികളും നദിയും കുളവും കാണണമെന്നുണ്ടോ? പച്ചപ്പോ? അതെന്നാ കുന്തമാ? ഉണ്ടെങ്കിൽ കാണിക്കേ. നമ്മളിവിടെ എല്ലായിടത്തും ഐസ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഫുർഫുറി നഗരിൽ നിന്ന് നിങ്ങൾ എനിക്ക് നല്ല ചൂടുള്ള സമൂസകൾ കൊണ്ടുവരണം. സമ്മതമല്ലേ? റെഡി സ്റ്റഡി ഗോ. ചായക്കടക്കാരൻ ചേട്ടാ, കേക്ക്. അതെ, എന്നാ ഇത് പിടിച്ചോ. ഈ സമോസ മോട്ടുവിന് കൊടുത്തേക്കേ. മറക്കാതെ കൊടുത്തേക്കണേ. താങ്ക് യു സോ മച്ച്. പോയിക്കോ, ഇനി ഒരിക്കലും ഞങ്ങളുടെ ഭക്ഷണം മോഷ്ടിക്കരുത്, മനസ്സിലായോ? നിങ്ങൾ പറഞ്ഞതൊക്കെ സത്യമായിട്ടും സത്യം തന്നെയാ. നിങ്ങളുടെ ലോകമാണെങ്കിൽ സത്യമായിട്ടും എന്ത് ഭംഗിയാ കാണാൻ. അവിടെ എന്തൊക്കെയുണ്ട്. അത് ഞങ്ങളാണെങ്കിൽ ഇന്ന് വരെ ഇതാ വിചാരിച്ചിരുന്ന, അതായത് ലോകം മുഴുവൻ ഐസ് മാത്രമാണെന്ന്. നിങ്ങൾ സത്യമായിട്ടും വലിയ മനുഷ്യരാ. ഇന്നാ വെച്ചോളൂ നിങ്ങളുടെ സമോസ.
പൊളിച്ചേ. അല്ല ആ സീൽസ് എങ്ങോട്ട് പോയി? സീൽസ് ഒക്കെ എപ്പോഴേ രക്ഷപ്പെട്ടു. സോറി കൂട്ടുകാരാ, വെരി സോറി. സമൂസേ. മോട്ടുപത്ലു വരൂ, നമുക്ക് മാച്ച് തുടങ്ങാം. സക്കീരയുടെ ഇന്നലത്തെ പ്രവൃത്തിയിൽ വിഷമിക്കരുത്. മാച്ച് ആസ്വദിച്ച് കളിക്കൂ. കൂട്ടുകാരെ, നമുക്ക് ഇവരെ കാണിക്കാം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. എടാ, നീ ഞങ്ങളുടെ സൈഡല്ലേ? ഒരു ഗോൾ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞു. പിന്നെ ഇവരെ അങ്ങ് തീർത്ത് കളയും. അല്ല കൂട്ടുകാരെ, പെട്ടെന്ന് പോ, അവരെ ഒന്ന് സഹായിക്കേ. അവര് നമ്മുടെ കൂട്ടുകാരല്ലേ. നിങ്ങൾ രണ്ടും പോയിക്കോ, ഇനി ഞങ്ങളെ കളിച്ചോളാം. മോട്ടു, ഇതാ സീൽസുകളാണ്. നമ്മള് മുൻപേ രക്ഷിച്ചില്ലേ? ഇപ്പൊ അവര് നമ്മളെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുക. ഈ മോട്ടും പത്തിനും ഒരു സംഭവം തന്നെയാണല്ലോ. ഇവിടെ വന്നിട്ട് ഒരു ദിവസം പോലും ആയില്ല. സീലുകളുമായി ഇത്രയും പെട്ടെന്ന് കൂട്ടായോ? ഇവർ അങ്കാരയുടെ ആൾക്കാരാവാൻ വഴിയില്ല. Watch India's largest kids library only on Jio Hotstar. Download the app now.